മംഗല്യം തന്തുനാനി. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നഴ്സിംഗിന് പഠിക്കുമ്പോൾ വീട്ടിലേക്ക് വരാനുള്ള ദൂരം കൊണ്ട് ഹോസ്റ്റലായിരുന്നു താമസം. എല്ലാ ആഴ്ചയിലും വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരിക്കൽ കവലയിൽ ബസ് ഇറങ്ങി വരും വഴി പാടം കടന്ന് വരുമ്പോഴാണ് പെട്ടെന്ന് ആർത്തലച്ചുള്ള മഴ. കുടയും എടുത്ത് പെട്ടെന്ന് നടന്നു നീങ്ങുമ്പോൾ എന്റെ കുടയിലേക്ക് ഓടിക്കിതച്ചവൻ വന്നു കയറി കഴുത്തിലൊരു ക്യാമറയും തൂക്കി. ഡോ താനെന്തോടെ ഈ കാണിക്കുന്നേ? ഇങ്ങനെ ചൂടാവില്ലെന്നെ മോളെ. ദേ ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ നിന്നാ പെട്ടെന്ന് മഴ. ദേ അവിടെ എൻ്റെ കാറുണ്ട്, എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ടല്ല, എനിക്ക് ഇങ്ങോട്ടാ പോവേണ്ടത്. അതിനിപ്പോ എന്താ, എന്നെ അവിടെ ആക്കിയിട്ട് താൻ തിരിച്ചിടണോ? താനൊന്ന് മാറിക്കേ. ദേ ആരെങ്കിലും കണ്ടാലെന്താ, വല്ല അപവാദം പറഞ്ഞു വരുത്തുന്ന രീതിയാണോ? അങ്ങനെ ആരെങ്കിലും കണ്ടാലേ തന്നെ കെട്ടാൻ പോകുന്നതാണെന്ന് പറഞ്ഞാൽ മതിയിടൂ. ഒരു പുഞ്ചിരിയോടെ പറയുന്നവനെ കാണെ വല്ലാത്ത പകപ്പോടെ അവനെയും ചുറ്റും ഒന്ന് നോക്കി. കുറച്ചകലെ കുടയും പിടിച്ച് നടന്നു വരുന്ന ഒരു മുത്തശ്ശിയെ കണ്ടതും, ഹലോ മുത്തശ്ശി, ദേ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാണേ. അവരെ നോക്കി വിളിച്ചു പോകുന്ന സരസിനെ കാണെ കണ്ണു മിഴിച്ചു നോക്കി നീലു. തനിക്ക് എന്താണോ, താൻ ഏതാ, എന്തൊക്കെ അനാവശ്യമുണ്ട് താൻ ഈ വിളിച്ചു പറയുന്നേ? മാറങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി നീക്കി മുന്നോട്ട് നടന്നു. വീണ്ടും കുടക്കിഴിയിലേക്ക് ഓടിക്കേറി വന്നവൻ. അങ്ങനെ അങ്ങ് പോവല്ലേ, ദേ എന്നെ അവിടെ ഒന്ന് ഇറക്കിയതാണോ പ്ലീസ്? ദയനീയമായി പറയുന്നവനെ കാണെ പള്ളിറിമ്പിൽ നിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് അവരെ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് നടന്ന്. അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അയ്യടാ, സ്നേഹിക്കാൻ പറ്റിയ സാധനം. ഒരു പേര് പറയാൻ തന്നെ കയറി സ്നേഹിക്കലല്ല എന്റെ ജോലി. പോടും. തന്നെ നോക്കി മുഷ്ടിരോടെ പറയുന്നവളെ ഒരു ചിരിയോടെ നോക്കി സരസ് കാറിലേക്ക് കയറി. നീലവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അതെ ഒന്നേ. കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കി വിളിക്കുന്നവനെ കാണെ നീല സംശയത്തോടെ തിരിഞ്ഞു നോക്കി. കുടയും പിടിച്ച് തിരിഞ്ഞു നോക്കുന്നവളുടെ ചിത്രം അപ്പോഴേക്ക് അവന്റെ ക്യാമറക്കുള്ളിൽ പകർത്തിയിരുന്നു. നീല ദേഷ്യത്തോടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഒരു കള്ളച്ചിരിയോടെ അവൻ കാറ് മുന്നോട്ടെടുത്തു. ഡോ നിക്കടോ. താങ്ക് യു. അവൻ പുറകിൽ നിന്ന് വിളിച്ചെങ്കിൽ അപ്പോഴേക്ക് അവന്റെ കാറ് മുന്നോട്ട് വേഗത്തിൽ പോയിരുന്നു. തന്നെ എന്റെ കൈ കിട്ടും. നീല ചുറ്റും നോക്കിക്കൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയിട്ടും അവന്റെ ഓരോ പ്രവൃത്തിയും ഓർത്ത് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പിടപ്പായിരുന്നു. എല്ലാ തവണയും ഹോസ്റ്റലിൽ നിന്ന് വന്ന അമ്മയും അച്ഛനൊത്ത് ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ എനിക്ക് സമയം കാണും. എന്നാൽ അന്ന് എനിക്ക് അവരുടെ അടുത്ത് പോലും അധികം ചിരിച്ചു പറഞ്ഞ് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. മനസ്സ് മുഴുവൻ എന്തു പറയുമ്പോഴും പുഞ്ചിരിക്കുന്ന അവന്റെ മുഖവും പോകുന്നേരം എന്റെ ഫോട്ടോ എടുത്തെല്ലാമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ടു ക്ഷേത്രത്തിലെ ആൽത്തറയിൽ അവിടുത്തെ ചേരിയിൽ പിള്ളേരുടെ ഫോട്ടോ എടുക്കുന്നവനെ. ഇന്നലെ എന്റെ ഫോട്ടോ എടുത്ത് ഓർമ്മ വന്നു. ഒന്ന് നോക്കാൻ നേരം അവന്റെ അടുത്തേക്ക് തെല്ലി ദേഷ്യത്തോടെ തന്നെയാണ് ചെന്നത്. ഡോ പുറകിൽ പോയി വിളിച്ചതും പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കുന്നവനെ കാണെ ഒരു നിമിഷം പറയാൻ കരുതിയത് പോലും മറന്നുപോയി. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവന്റെ പുഞ്ചിരിക്ക്. ആരിത്? ഇന്ന് നല്ല നീലക്കിളിയായിട്ടുണ്ടല്ലോ. താനിട്ടിരിക്കുന്ന താവണിയിലേക്കും തന്നെ നോക്കി പറയുന്നവനെ എന്ത് പറയണമെന്നറിയാൻ നോക്കിപ്പോയി നില്ലു. ഞൊടിയിൽ താനൊന്ന് ചിന്തിക്കും മുമ്പേ അവന്റെ ക്യാമറയിൽ വീണ്ടും തന്റെ ഫോട്ടോസ് പകർത്തിയിരുന്നു. ക്ഷേത്ര പരിസരമാണെന്ന് ആളുകൾ കാണുന്നുണ്ടെന്നൊന്നും നോക്കാതെ ചിരിയോടെ ഫോട്ടോ എടുക്കുന്നവന്റെ കൈ പിടിച്ച് ഞാൻ വേഗം അവിടെ അല്പം മുന്നോട്ട് നീങ്ങി. ആരുമില്ലാത്തൊരു ഇടവഴിയിലേക്ക് നീങ്ങി. അപ്പോഴും അവന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. ഡോ താൻ തൊടി കാണിക്കുന്നത്, മര്യാദക്ക് ആ ഫോട്ടോ ഒക്കെ കളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ തന്നെ ചൊടിപ്പിക്കാനെന്നോണം പുഞ്ചിരിയോടെ ചോദിക്കുന്നവനെ ചുണ്ടുകുറിപ്പിച്ച് ദേഷ്യത്തോടെ നോക്കിയതും തന്റെ ചെവി പിടിച്ചിരിക്കുന്നവന് വല്ലാത്തൊരു പകപ്പോടെ നോക്കിപ്പോയി നീലു. ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ എനിക്ക് എന്റെ കൂടെ ഒരു 6 മുതലുണ്ട്. അവൻ തന്നെ ധാരാളം. ഇനി നീയും കൂടെ ഇങ്ങനെ തുടങ്ങണ്ട. തനിക്ക് എന്താണോ പെൺപിള്ളേരുടെ ഫോട്ടോ ഇട്ട് കളിച്ചിട്ടുണ്ടാണോ തന്റെ ഈ തമാശ? എക്സ്ക്യൂസ് മീ, അങ്ങനെ നാട്ടിലുള്ള പെൺപിള്ളേരുടെ ഫോട്ടോ എടുപ്പല്ല എന്റെ ജോലി. 4 ആൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനാ. പിന്നെ ദിസ് ഈസ് മൈ പാഷൻ എന്ന് വെച്ച് നാട്ടിലുള്ള പെൺപിള്ളേരുടെ ഫോട്ടോ എടുക്കലല്ല. ആക്ച്വലി കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വളച്ചിട്ടാ കാര്യം പറയാം. ഇന്നോ ഇന്നലെയോ അല്ല, ഞാനെടുക്കുന്ന നാട്ടിൽ വന്നപ്പോഴേ കണ്ടുപരിച്ചുള്ള മുഖം തന്നെ. ആദ്യമായിട്ട് കണ്ടു പറഞ്ഞ ഒരിക്കൽ ഗ്രാൻഡ്മയുടെ കൂടെ ഇവിടെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അന്ന് തൊട്ടതേ ഈ നിമിഷം വരെ മനസ്സിൽ ഇടം പിടിച്ച ഒരൊറ്റ മുഖം അത് തന്നെയാ. സോ അപ്പൊ തൊട്ട് തന്നെ എന്റെ ഭാര്യയായിട്ട് ഞാനങ്ങ് ചിന്തിച്ചു പോയി. എന്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ കാരനെയും സമ്മതം വേണോ? പറ, വേണോ? ഒരു കൂസലമില്ലാതെ പറയുന്നവനെ കണ്ണു മിഴിച്ച് വാ പൊളിച്ച് നോക്കിപ്പോയി നീലു. ഇങ്ങനെ വാ പൊളിച്ച് നോക്കാൻ പറ മോളെ, വേണോ? താടിത്തുമ്പ് പിടിച്ച് ചോദിക്കുന്നവനെ കാണെ അറിയാതെ അവൾ ഇല്ലെന്ന് തലയാട്ടി. അതാണ്. അപ്പോ മൗനം സമ്മതമായി കൂട്ടിക്കൊള്ളാം ഞാൻ. അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവളിലേക്ക് ചാരിന്നൊരു ഫോട്ടോ എടുത്തു. നീല ഒരു നിമിഷം ചലിക്കാൻ പോലും മറന്ന് നോക്കിയിന്ന് പോയി അവനെ. അപ്പോ ഞാൻ പോട്ടെ. കിളി പോയ കണക്കിൽ നിൽക്കുന്നവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്ത് ഒരു പുഞ്ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു. അല്പനേരം വേണ്ടി വന്നു നീലുവിന് സ്വബോധം വീണ്ടെടുക്കാൻ. ഒരു നിമിഷം എല്ലാം ഒന്ന് ഓർത്തെടുത്തു നടന്നു നീങ്ങുന്നവനെ കാണെ ദാവണിയും പൊക്കി പിടിച്ച് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോ താൻ എന്തൊക്കെയാണോ പറഞ്ഞേ? തന്റെ ഭാര്യയോ? ഇതൊക്കെ താൻ ഒറ്റക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? നോ, ഞാൻ ഒറ്റക്കല്ലല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ തീരുമാനിച്ചേ. നീ ഓക്കെ പറഞ്ഞു, പിന്നെന്താ? ഞാനോ? തെള്ളി ഞെട്ടലോടെ ചോദിച്ചവൾ. പിന്നില്ലാണ്ട് എല്ലാം പറഞ്ഞ് എന്റെ കൂടെ ഫോട്ടോ എടുത്ത് ദേ നോക്ക്.
പറഞ്ഞുകൊണ്ട് അല്പം മുമ്പ് അവൻ ഫോണിൽ തന്നിലേക്ക് ചേർന്ന് നിന്നെടുത്ത ഫോട്ടോ കാണിച്ചതും ചലിക്കാൻ പോലും കഴിയാതെ നിന്നുപോയി. ഒരു കള്ളച്ചിരിയോടെ അവൻ നടന്നു നീങ്ങിയതും അവൻ കണ്ണിൽ നിന്നും മായും വരെ നീലവനെ നോക്കി നിന്നു. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞിരുത്തുന്ന നീലവനെ നിറഞ്ഞ മിഴികളോടെ നോക്കി നിത്തി. പിന്നീട് അങ്ങോട്ട് ഒരാഴ്ചയോളം തൻ്റെ മുന്നിൽ ഓരോ ന്യായവും പറഞ്ഞു വരുമായിരുന്നു അവൻ. പോകെ പോകെ അവനെ ചൊടിപ്പിക്കാൻ എനിക്ക് അതിയായി ഇഷ്ടമായി തുടങ്ങി. എന്നാൽ അതൊക്കെ എൻ്റെ മനസ്സിൽ അവനോടുള്ള പ്രണയത്തിന് സ്ഥാനം ഉറപ്പിക്കായിരുന്നു ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജിൽ ലീവ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരികെ പോകുന്ന ദിവസം അമ്മയോടും അച്ഛനോടും പറഞ്ഞ് നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. അവനെ കാണാനുള്ള ധൃതി മാത്രമായിരുന്നു. എന്നാൽ അന്ന് അവനെ കണ്ടില്ല. ഒരുപാട് നേരം നോക്കി. ലാസ്റ്റ് ബസ് കൂടെ ആയതും പിന്നെ അവനെ കാത്തിരിക്കാതെ ഞാൻ ബസ് കയറി. അവിടെ തൊട്ട് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി ഈ ഒരാഴ്ച കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ അത്രമേലൊരു സ്ഥാനം അവൻ നേടിയെടുത്തെന്ന്. പിന്നീട് ഒരാഴ്ച ഞാൻ വീട്ടിലേക്ക് അവനെ കാണുന്ന പ്രതീക്ഷയോടെയാണ് കവലയിൽ ബസ് വന്ന് ഇറങ്ങുന്നത്. എന്നാൽ ഒരു മാസത്തോളം അവനെ കണ്ടതേയില്ല. ശരിക്കും മനസ്സും ശരീരവും എന്തിനെന്ന് പോലും അറിയാതെ ദേഷ്യവും സങ്കടവും ഒരുപോലെ അലതല്ലിയ ദിവസങ്ങൾ. ഒരു നിമിഷം തന്നെ പറ്റിച്ചാണെന്ന് പോലും തോന്നിപ്പോയി. അച്ഛനും അമ്മയോ ആരും അറിയാതെ രാത്രി ഏറെ നേരം ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പതിവായി. അങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലേക്കുള്ള ചെറിയ വഴിയിലേക്ക് കയറിയതും കാണുന്നത് അന്നത്തെ പോലെ ഒരു പുഞ്ചിരിയോടെ തന്നെ കാത്തിരിക്കുന്നവനെയാ. ദേഷ്യവും സങ്കടവും എല്ലാം എന്നിൽ പുറത്തേക്ക് ഒരു അധിക സമയം വേണ്ടി വന്നില്ല. പരിസരം പോലും മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കയ്യിലെ ബാഗ് നിലത്തേക്ക് ഇട്ടു. ഉള്ളിലെ ദേഷ്യം തീരും വരെ അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കൈകളെ പിടിച്ചു നിർത്തി കണ്ണിറുക്കി പുഞ്ചിരിക്കുന്നവനെ കാണെ ഒരു ഏങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഞാൻ പറ്റിച്ചെന്ന് കരുതി എൻ്റെ പെണ്ണ് അവൻ്റെ ചോദ്യത്തിൽ മിഴികൾ തുടച്ച് അവൻ പറയുന്ന ഓരോന്നും കേട്ടിരുന്നു. ഞാൻ പെട്ടെന്ന് US-ലേക്ക് പോകേണ്ടി വന്നാണെന്ന് പറഞ്ഞ് തന്നെ സമാധാനിപ്പിക്കാനോ മറന്നില്ല. അവിടെ തുടങ്ങിയായിരുന്നു ആരും അറിയാതെയുള്ള ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ. പിന്നീട് സരസ് തന്നെ കാണാൻ വേണ്ടി മാത്രമായി എല്ലാ മാസവും ലീവ് എടുത്ത് നാട്ടിൽ വരികയായിരുന്നു. 2 ദിവസത്തേക്ക്. ശരിക്കും കാത്തിരിപ്പിന് ഇത്രയേറെ മാത്രമുണ്ടെന്ന് തെളിയിച്ച ദിവസങ്ങൾ. പിന്നീട് അങ്ങോട്ട് നീണ്ട 3 വർഷം. ഫോൺ വിളിയും മാസത്തിൽ 1-2 തവണയായിട്ടുള്ള നേരിൽ കാണലും. ഇടയ്ക്ക് പറയും ദേഷ്യക്കാരനായ തൻ്റെ അനിയനെക്കുറിച്ച്. അവനാണ് അനിയനെങ്കിലും അവൻ്റെ മുന്നിൽ ചെന്നിരുന്ന ഞാൻ അനിയനും അവൻ ചേട്ടനുമാണെന്ന്. കൈലാസത്തിലെ അശോക് ഗുപ്ത. അവൻ തേടി അലയുന്ന അവൻ്റെ പ്രണയത്തെ. നീലു പറയുന്ന കേൾക്ക് വിടുന്ന മിഴികളോട് അവിടെ മുഖത്തേക്ക് നോക്കി നീതി. പക്ഷേ അറിയില്ലായിരുന്നു അതിൻ്റെ പ്രിയ കൂട്ടുകാരിയായി നീയായിരിക്കുമെന്ന്. ഒരുപാട് തവണ ചോദിച്ചെങ്കിലും എൻ്റെ അശോക് അവളെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അവളെ നിനക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. നിൻ്റെ പേര് പോലും അവൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അന്ന് ബാംഗ്ലൂർ വെച്ച് ആക്സിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് അവൻ വന്ന് തിരികെ പോകാനുള്ള ഒരുക്കത്തിനിടയിൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി എൻ്റെ അടുത്തേക്ക് വന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കുന്നിൻ ചെരുവിൽ സംസാരിക്കുന്നതിനിടെ ഞങ്ങളെടുത്ത ഫോട്ടോസ് നോക്കുന്നതിനിടയ്ക്ക് അവൻ്റെ ഫോണിൽ നിങ്ങൾ 3 പേര് നിൽക്കുന്ന കുഞ്ഞിലെ ഫോട്ടോ കണ്ടത്. നിധി എന്ന് ഞാൻ വിളിക്കുന്നതായിട്ട് ശരിക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു. നിന്നെ അറിയാമെന്നും എന്നത്തെയും എൻ്റെ കളിക്കൂട്ടുകാരിക്കപ്പുറം നിന്നോടുള്ള ആത്മബന്ധം അറിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അന്ന് തന്നെ അവന് തിരികെ പോകേണ്ടതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അശോകിനെയും കൊണ്ട് നാട്ടിലേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് നിധിയെ കണ്ടുപിടിച്ച് അവന് സർപ്രൈസായിട്ട് അവൻ്റെ മുന്നിൽ കൊണ്ടുനിർത്തണമെന്നൊക്കെ വാക്കെന്ന് പോയതാവൻ. ഒരു പ്രതീക്ഷയോടെ അതിലുപരി സന്തോഷത്തോടെ അവൻ്റെ വരവിനായി കാത്തിരുന്ന എൻ്റെ കാതിൽ പിന്നീട് കേട്ടത് ബാംഗ്ലൂർ വെച്ച് അവനെ ആക്സിഡൻ്റ് ആയെന്ന. ശരിക്കും തകർന്നു പോയി ഞാൻ. മനസ്സുകൊണ്ട് തകർന്ന് എനിക്ക് എങ്ങനെയും അവനൊന്ന് കാണുന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധിക്കില്ലെന്നറിഞ്ഞിട്ടും എന്നും ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുണ്ടാവാം. സരസിനെ അവിടുന്ന് അശോകിയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. അതേ ഹോസ്പിറ്റൽ നേഴ്സായി എനിക്ക് അവനെ കാണുകയെന്ന് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ICUവിലെ ചാർജ് ഏറ്റെടുത്തു. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ്റെ എല്ലാ കാര്യത്തിനും മേൽനോട്ടം എനിക്കായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി പോലും സുഹൃത്തുക്കളെ പറഞ്ഞ് മാനേജ്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങി ഞാൻ തന്നെ ഏറ്റെടുത്തു. ഒരു നിഴൽ പോലെ അവൻ്റെ കൂടെ ഇരിക്കാനും എല്ലാത്തിനും എനിക്ക് പറ്റിയിരുന്നു. ഒരു 4-5 ദിവസത്തിനുള്ളിൽ സരസിന് ബോധം വന്നു. അവന് ഓക്കെ ആവും, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടറുടെ വാക്കിൽ മറ്റാരെക്കാളും സന്തോഷിച്ച് ഞാൻ തന്നെയാണ്. എൻ്റെ പ്രാണൻ തിരികെ കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. എന്നാൽ അന്ന് രാത്രി പറഞ്ഞു നിർത്തിയതും ഓർമ്മകൾ ചൂഴ്ന്നെടുക്കുന്ന നീലുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നീട്ടി. നീലു, എന്താ ഉണ്ടായി? രാത്രി സരസിനെന്താ സംഭവിച്ചേ? എന്താണ് അവൾ പറയാൻ പോകുന്നതെന്ന് കേൾക്കാനായി അവളിലേക്ക് മിഴികൾ ഉറ്റുനോക്കി അവൾ. കൂടുതൽ ദിവസം 2 നേരം ഡ്യൂട്ടി ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് മനസ്സിലോടെയാണ് നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് പകരം എൻ്റെ സുഹൃത്തായിരുന്നു ചാർജ് ഏറ്റെടുത്ത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഓടിക്കതച്ച് അവളെൻ്റെ അടുത്തേക്ക് വന്ന്. ആരും കാണാതെ അവൾ എന്നെയും കൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് പോയി. ശരീരം ഒന്നാകെ വിയർപ്പ് ഒടിഞ്ഞ് പേടിയോട് തന്നെ നോക്കുന്നവളെ കാണേ ഒന്നും മനസ്സിലാവാതെ നോക്കി ഞാൻ. എന്താ അനിത? നീലമേ പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തൊരു ചെക്ക് തെല്ല് പകപ്പോൾ ഞാൻ സംശയത്തോടെ നോക്കിയവളെ. എടി, ഇത് എനിക്ക് അവർ തന്നതാ. എന്തിനാണെന്നറിയോ? ആ പേഷ്യന് നാളത്തെ പുലരി ഉണരാൻ പാടില്ലെന്ന്. ഒരു നിമിഷം കാതിൽ കേൾക്കുന്ന വാർത്തയിൽ ചലിക്കാൻ പോലും മറന്നു പോയി നീലിമ. ഞാൻ എതിർത്തപ്പോൾ ബലമായിട്ട് എൻ്റെ കയ്യിൽ വെച്ച് പോയതാ. ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യുമെന്ന്.
എന്നിട്ട് അതിന്റെ തലയിലിടുന്നൊക്കെ പറഞ്ഞാ പോയത്. കരഞ്ഞുകൊണ്ട് പറയുന്ന അനിതയുടെ മുഖത്തേക്ക് നോക്കിയവൾ. ആരാ അനിത? നീലിമേ, ആ പേഷ്യന്റെ അച്ഛൻ. എന്താ? ആ രാജവർമ്മ. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ലേ? അദ്ദേഹത്തിന്റെ പി ആണെന്നാ തോന്നുന്നു. അയാളെ എന്നോട്. അവൾ പറഞ്ഞിരുത്തിയതും പിന്നെ മറ്റൊന്നും കേൾക്കാൻ നിൽക്കാതെ അവളുടെ കൈയും പിടിച്ച് ഞാൻ ICUവിലേക്ക് ഓടി. എൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പെന്ന് പോലും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. മുന്നിൽ എൻ്റെ സരസിൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓടിക്കതച്ച് ICUവിന് മുമ്പിലെത്തിയതും അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ചുമരിനപ്പുറം തൊട്ടടുത്ത് ഫോണിൽ സംസാരിക്കുന്ന അയാളുടെ ശബ്ദം എൻ്റെ കാതിൽ പതിഞ്ഞത്. സാറ് പറഞ്ഞ പോലെ എല്ലാം നടക്കും. ആളുകൾക്കും വീട്ടിലെ മറ്റംഗങ്ങൾക്ക് മുന്നിലും ഇതൊരു ആക്സിഡന്റ് കൊണ്ടുണ്ടായ മരണം, അത്രയേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുള്ള നേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവളത് ചെയ്തില്ലെങ്കിൽ നാളെ അത് ഞങ്ങൾ ചെയ്യും, കൂടെ ആ നേഴ്സും. അവളെ അങ്ങ് പറഞ്ഞു വിടും, ബോഡി പോലും കിട്ടാത്ത രീതിയിൽ. അപ്പോൾ പിന്നെ ആർക്കും സംശയം കാണില്ല. അപ്പോൾ സാറ് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളത്തെ പുലരി അവൻ്റെ മരണവാർത്തയായിരിക്കും. ഒരു ചിരിയോടെ അയാൾ ഫോൺ വെച്ചതും കാതുകളിൽ കേൾക്കുന്നൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എൻ്റെ ശ്വാസം പോലും നിലച്ചു പോകും പോലെ ആയിരുന്നു. എങ്കിലും ആർക്കു മുമ്പിൽ എൻ്റെ സരസിനെ കൊല്ലാനിട്ട് കൊടുക്കാൻ കഴിയോ നിധി? എനിക്ക് പറ, കഴിയും എനിക്ക്? നിധി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് സരസ്? ഞാനും അനിതയും ഞങ്ങളുടെ മറ്റു 2 സുഹൃത്തുക്കളും ചേർന്ന് സരസിനെ അവിടുന്ന് മാറ്റി. പകരം അന്ന് ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് മരിച്ച ഏകദേശം അതേ പ്രായത്തിലുള്ള ഒരാളുടെ ബോഡി മോർച്ചറിയിലുണ്ടായിരുന്നു. ആക്സിഡന്റിൽ അയാളുടെ മുഖം അത്ര വ്യക്തമായിരുന്നില്ല, പരിക്കുകൾ കൊണ്ട്. അന്ന് ആക്സിഡന്റിൽ സരസിൻ്റെ മുഖത്തൊക്കെ ഒരുപാട് മുറിവുകൾ കൊണ്ട് പെട്ടെന്ന് കണ്ടാൽ അറിയാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ബോഡി അവിടെ വെച്ച് ഞങ്ങൾ സരസിനെ അവിടുന്ന് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ആ സരസിൻ്റെ ബോഡി തന്നെയാണെന്ന് എൻ്റെ സുഹൃത്തുക്കളും അവരുടെ പരിചയം കൊണ്ട് വരുത്തി തീർക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല എനിക്ക്. ആരൊക്കെ കൊല്ലാൻ ശ്രമിച്ചാലും എനിക്ക് അവനെ വേണമായിരുന്നു. മരണത്തിന് അവൻ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല നിധി. അതുകൊണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് വരെ ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെയും ആരും കാണാതെ മറ്റൊരു ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തി. ഒരു തവണ ബോധം വന്നെങ്കിലും പിന്നെ പതിയൊരു കോമ സ്റ്റേജിലേക്ക് അവൻ എത്തി. ഇനി ഹോസ്പിറ്റലിൽ നിർത്തുന്നതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ ഈ അടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ആർക്കും കൊല്ലാൻ വിട്ടുകൊടുക്കാതെ ഞാൻ നോക്കുമല്ലോ അവനെ. അവൻ്റെ കൂട്ടായി അവൻ്റെ കാതോരിയിരുന്ന കഥ പറയാൻ ഞാനുണ്ടല്ലോ. സരസിനെ നോക്കി വിതുമ്പി പറയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഒരു നോവോടെ നോക്കി നിധി. നീലു, ഒരിക്കലെങ്കിലും പറയായിരുന്നില്ലെന്ന് എനിക്ക് എന്നോട്? ചിന്തിക്കാഞ്ഞിട്ടല്ല നിധി. അശോക് അവനിൽ നിന്ന് എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. മാത്രമല്ല, ഈ അവസ്ഥയിൽ നിങ്ങൾ കൊണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും മുമ്പേ അവരെൻ്റെ സരസിനെ കൊന്നുകളഞ്ഞ. നീലു, നിന്റെ അശോക് തകർന്നു പോയത് എന്തുകൊണ്ടാണ് നിധി? ഒരു ഭ്രാന്തനായി മാറിയത് വെറുതെയാണോ? ആക്കി തീർത്തത് അയാള്. അന്ന് നിന്നോട് മരുന്നിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്ക് നീ അയാളുടെ മുഖംമൂടി വലിച്ചു കയറുന്ന ഉറപ്പുണ്ടായിരുന്നു നിധി. സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതെന്ന് വരുത്തി തീർത്ത് ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് അയാൾ. നീ സൂക്ഷിക്കണം നിധി. ഇനി അശോക് മാത്രമല്ല, അവൻ്റെ കുഞ്ഞിനെയും കൂടി ആയിരിക്കും അയാളുടെ ലക്ഷ്യം. നീലു പറഞ്ഞിരുത്തിയ ഒരു പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കുന്നതോടൊപ്പം തൻ്റെ വയറിൽ അറിയാതെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചു നിധി. ഒരു നിമിഷം തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മക്കളെ പോലെ ചേർത്ത് പിടിക്കുന്ന രാജവർമ്മയെ ഓർത്തുപോയി അവൾ. ഇല്ല, പറയുന്നത് തന്നെ നീലുവാണ്. അതിലൊന്നും തന്നെ കള്ളമുണ്ടാവില്ല. പക്ഷെ അച്ഛൻ സ്വന്തം മക്കളെ ഇങ്ങനെയൊക്കെ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. നിധി, നീ എനിക്കൊരു വാക്ക് തരണം. സരസ് ജീവനോടുള്ള കാര്യം അശോകിനെ പോലെ നീ അറിയിക്കരുത്. അവൻ്റെ ജീവൻ ആപത്ത് വരുന്ന ഒന്നിനും നീ അവസരം ഒരുക്കരുത്. അത് നീ മരുന്നിൻ്റെ കാര്യം അശോകിനോട് പറഞ്ഞല്ലേ? നിങ്ങൾ 2 പേരും ചേർന്ന് അയാളുടെ മുഖംമൂടി വലിച്ചെറിയുന്നതാണ് ഞാൻ കരുതിയത്. ഇനിയും വൈകിട്ടില്ല നിധി. കപട സ്നേഹം കാണിച്ച് മക്കളെയും കുടുംബത്തെയും കബളിപ്പിക്കുന്ന അയാളെ വലിച്ചു കീറണം എല്ലാവർക്കും മുമ്പിൽ. അതുവരെയെങ്കിലും നീ അശോകിനോട് പോലും ഈ കാര്യം പറയരുത്, പ്ലീസ് നിധി. വിതുമ്പിക്കൊണ്ട് നീലു അവളുടെ കാലിലേക്ക് വീണു. നീലു, എണീക്ക്. എന്തീ കാണിക്കുന്നത്? എണീക്ക് നീലു. നീതി ഒരുവിധം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇല്ല നീലു, ഞാൻ പറയില്ല. പക്ഷേ സരസിനെ ആ പഴയ സരസായിട്ട് തന്നെ അശോകിനെ മുമ്പിൽ കൊണ്ട് നിർത്തണം. നിധിയുടെ വാക്കുകൾ കേൾക്കെ ഒരു നന്ദി പോലെ നീലു അവൾക്ക് മുമ്പിൽ കൈകൾ കൂപ്പി. ഒരു ചെറു നോവിലലിഞ്ഞ പുഞ്ചിരിയോടെ നിധി അവളുടെ കൈകളിൽ പിടിമുറുക്കി. ഭാസ്കരനും നളിനിയും അത്രമേൽ സ്നേഹത്തോടെ ഇരുവരെയും തങ്ങളുടെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. നിധി സരസിന്റെ അടുത്ത് ചെന്ന് നിന്നു അവന്റെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചു. എൻ്റെ അശോക് നിന്നെ ഓർക്കാത്തൊരു ദിവസം പോലുമില്ല സരസ്. അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം എനിക്ക്. നിന്നെ തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യും സരസ്. നീ തിരികെ എത്തും മുമ്പ് നിന്റെയും അശോകിനെയും പതനം കാണാൻ ആഗ്രഹിക്കുന്ന അയാളെ വെറുതെ വിടില്ല. നമ്മുടെ അശോകിനെ കൊണ്ട് തന്നെ അയാളുടെ മുഖംമൂടി ഞാൻ പുറത്ത് കൊണ്ടുവരിക്കും. ഉറപ്പോടെ അവന്റെ കൈകൾ പിടിച്ച് വാക്ക് നൽകി. നീലുവിനോടും ഭാസ്കരച്ഛനോടും നളിനിയമ്മയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി നിധി. നീലുവിന്റെ വീട്ടുവഴി കടന്ന് മുന്നോട്ട് നടക്കുന്തോറും ഇപ്പോഴും കൺമുമ്പിൽ കണ്ടതും കേട്ടോന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവൾക്ക്. ഇല്ല, ഇനി എൻ്റെ അശോകിനെയോ സരസിനെയോ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഒന്നിലും അയാൾ അത്രയും ആ മക്കളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലേ? എന്തിനു വേണ്ടിയാ? ഇതിന് മാത്രം എന്ത് തെറ്റാ അവർ ചെയ്ത്? പല ചിന്തകളോടെ മുന്നോട്ട് നടക്കുന്നതിനിടെ
കല്ലിൽ തടഞ്ഞു നിലത്തേക്ക് അമിഴ്ന്ന് വീഴാൻ പോയ ആരോ അവളെ തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഒന്ന് ശ്വാസമെടുത്ത് തന്റെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു നിധി. പതിയെ മിഴികൾ തുറന്ന് മുന്നോട്ട് നോക്കിയതും തന്നിലേക്ക് മിഴികൾ ഉറ്റുനോക്കി നിൽക്കുന്ന അശോകിനെ കാണെ നിധിക്ക് തന്റെ തൊണ്ട വറ്റി വരളുന്ന പോലെ തോന്നി. അശോക് പതിയെ ഇടറിക്കൊണ്ട് വിളിച്ചതും അവന്റെ കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഈ നിമിഷം ഞാൻ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ നിനക്ക്? അശോക് ഞാൻ പോയപാടെ ഇത്രക്ക് ധൃതി കൂട്ടി ഇങ്ങോട്ട് വരാൻ മാത്രം എവിടെ എന്തായിരുന്നു നിധി? അവന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു അമ്പരപ്പോടെ എന്ത് മറുപടി വേണമെന്നറിയാൻ നിന്നുപോയി അവൾ. അശോക് അത് പിന്നെ ഒന്നും പറയാൻ കഴിയാതെ വാക്കുകൾക്ക് വേണ്ടി പരതി അവൾ. അശോക് അവളെ തന്നെ നോക്കി നിന്നു. തന്നെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാതെ മിഴികൾ മാറ്റി പതറുന്നവളെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.